നാളെ നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതിയാകും. പൊതുഗതാഗതം മുടങ്ങും, സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടും. അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം കൊച്ചി മെട്രോ സാധാരണ രീതിയിൽ സർവീസ് നടത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഈ ദേശീയ തലത്തിലുള്ള ഈ പണിമുടക്ക് സംസ്ഥാനത്തെ ഏത് രീതിയിലാണ് ബാധിക്കുക? സ്മിത, സംസ്ഥാനത്ത് നാളെ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം രാജ്യത്ത് തന്നെ പണിമുടക്ക് ഏറ്റവും അധികം വിജയിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം മുൻകാല നമ്മുടെ അനുഭവം അങ്ങനെയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ചും അത് ഈ കേന്ദ്ര സർക്കാർ വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോഴൊക്കെയും സംസ്ഥാനം അതിൽ പൂർണ്ണമായും സഹകരിച്ചിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് സമാനമായി തന്നെ നാളെ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയാവും കേരളത്തിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട എല്ലാ തൊഴിലാളി സംഘടനകളും എല്ലാ സംഘടനകളും ഈ ദേശീയ പണിമുടക്കിന് ഇതിനോടകം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CITU-യും INTUC-യും AITUC-യും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ടൊരു വലിയ വിഭാഗം ആളുകളും തൊഴിലിന് സ്വന്തം നിലയിൽ തന്നെ എത്താത്ത സാഹചര്യം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ബാങ്കിങ് മേഖലയിലും അതല്ലാത്ത പൊതുമേഖലകളിലും ഒക്കെ തന്നെയുള്ള തൊഴിലാളികളും ഈ സമരത്തിന് വിവിധ സംഘടനകളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനകളുടെ ഐക്യദാർഢ്യവും പ്രധാനപ്പെട്ട അധ്യാപക സംഘടനകളുടെ ഐക്യദാർഢ്യവും പണിമുടക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിലുള്ള ഡയസ്നോൺ പ്രഖ്യാപിച്ചാൽ പോലും ഈ പൊതുപണിമുടക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമാകും കേരളത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും നിരത്തുകളിലും വാഹനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സ്വകാര്യ ബസ് ജീവനക്കാർ ഇതിനോടകം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം KSRTC-ലെ BMS ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കിനെ വിജയിപ്പിക്കണമെന്ന് ഇതിനോടകം തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗതാഗത മന്ത്രി പറയുന്നത് KSRTC-ൽ അത്തരത്തിലൊരു പണിമുടക്ക് ഉണ്ടാവില്ല എന്നാണെങ്കിൽ പോലും ഡയസ്നോൺ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ച് പണിമുടക്കിനെ നേരിടാൻ നിൽക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും വിജയം കാണില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം BMS വളരെ ന്യൂനപക്ഷമാണ്. KSRTC-യിൽ ആ ന്യൂനപക്ഷത്തെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ KSRTC-യുടെ നാളത്തെ സർവീസ് താറുമാറാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഒപ്പം സ്വകാര്യ വാഹനങ്ങളോടും നിരത്തിലിറങ്ങരുത് എന്ന് ചില പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന് സമാനമായി ഏതെങ്കിലും നിലയിൽ ഈ വാഹനം തടയുന്നൊരു ശ്രമം ഉണ്ടാകില്ല. പക്ഷേ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലയിടങ്ങളിലും ആ നിലയിലുള്ള ശ്രമം കൂടി ഉണ്ടായാൽ അതും നാളത്തെ പൊതുഗതാഗതത്തെയും ജനജീവിതത്തെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ഗതാഗതത്തിന് പുറമെ തന്നെ ഈ സ്കൂളുകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി എല്ലാവരും ഉയർത്തുന്നത്. നിലവിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഏതെങ്കിലും ഒന്നിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട അധ്യാപക സംഘടനകളൊക്കെ തന്നെ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഈ സ്കൂളുകളുടെ വിദ്യാഭ്യാസ രംഗവും നാളെ കാര്യമായി പ്രവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. സ്മിത, ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.